അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടാവും, ഇല്ലാതൊക്കെ മനുഷ്യന്മാരാണ്. അത് സംഘടനയിൽ മാത്രമല്ല, സമ്മേളനത്തിൽ മാത്രമല്ല, പെരി പോയാൽ ഉണ്ടാവില്ലേ. എന്നിട്ട് ഇങ്ങനെ ഷർത്ത് പാലിക്കണില്ല, ഫർള് പാലിക്കണില്ല എന്ന് പറഞ്ഞ് എവിടെ ഫോട്ടോസെറ്റുമായി വന്നിട്ട് ഈ ദഅവത്തെല്ലാം മുടക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല രംഗത്തും എന്താ ഇപ്പം ഇവിടെ ഇങ്ങനെ ആണും പെണ്ണൊക്കെ ഉണ്ടല്ലോ, ശരിയാവില്ല. അപ്പൊ ഈ സമ്മേളനം പറ്റും, സലഫിയത്തല്ല. ഈ ഫത്വയും കൊണ്ട് പെരി പോയി നോക്കിയാലോ, ഉമ്മയോട് പറഞ്ഞിട്ട് ഉമ്മ ഈ പെര പിരിച്ചിട്ട് അവിടെ പറ്റൂല. അതെന്താ കാരണം? ആണും പെണ്ണും കൂടാൻ പാടില്ല. ഇവിടെ ഏട്ടന്റെ ഭാര്യ, അഞ്ചന്റെ ഭാര്യ, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, എളാപ്പ, മൂത്താപ്പ, ഇതൊക്കെ പാടെ ഒരു വീട്ടില് പറ്റൂല, പെരപ്പ പൊളിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവിടെയും വേണ്ടേ സലഫിയത്ത്? ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയനും തമ്മിൽ അന്യ സ്ത്രീ പുരുഷന്മാരാണ്, മഹറമല്ല. ഒരു അനിയന് ജ്യേഷ്ഠന്റെ ഭാര്യയുമായി ഒരു പെങ്ങളെ പോലെ പെരുമാറാൻ പറ്റൂല. അന്യ സ്ത്രീയാണ്. ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠന്റെ ഭാര്യ ഇവനെ കെട്ടാം. ജ്യേഷ്ഠൻ തൊലാക്കല്യാൽ അവന്റെ ഭാര്യയെ ഇവനെ കെട്ടാം. എളാപ്പാന്റെ ഭാര്യ എളാപ്പ മരിച്ചാൽ ഇവനെ കെട്ടാൻ പറ്റും. അല്ലെങ്കിൽ എളാപ്പ തൊലാക്കല് എളാമാനെ ഇവന് പോയി കെട്ടാൻ പറ്റും. വിവാഹബന്ധം പറ്റുന്ന ചാൻസ് ഉള്ളവരവര്. ഒരു ഇസ്ലാമിൽ മര്യാദ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും ഒന്നിച്ച് താമസിക്കുന്നു, രണ്ടുപേരുടെയും ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ വിരുന്നു പോകും. അതേപോലെ അനിയൻ വീട്ടിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ ഉണ്ടാവില്ല. അപ്പൊ അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഓളാവും ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ സംവിധാനം പറ്റില്ല പറയാൻ കഴിയുമോ? ഇല്ല. നമുക്ക് അള്ളാഹ് പറഞ്ഞു യഗുദ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണ് താത്തണം പറഞ്ഞു. അവിടെ താഴ്ത്തിയാൽ മതി. മിക്സ്ഡ് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞ MBBS-ഉം എഞ്ചിനീയറും എല്ലാ കോളേജും നിർത്തിപ്പോകാൻ എളുപ്പമുണ്ട്. തരക്കടില്ല ബദൽ സംവിധാനം ഒന്ന് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഓക്കെ. എല്ലാം നിർത്തിയങ്ങ് പോയിട്ട് വീട്ടിലിരിക്കാൻ പറ്റും. എല്ലാം ഒഴിവാക്കുക, ജോലിയും രാജിക്കുക, കോളേജ് കുട്ടികളും പോകാൻ പാടില്ല. അങ്ങനെ പുതിയ ചില ഫത്വകൾ, ചില ഫിത്നകൾ സമൂഹത്തിൽ വരുന്നുണ്ട്. അറബി കോളേജ് പഠിപ്പിക്കാൻ പാടില്ല, കോളേജ് നിർത്തി. എന്താ കാരണം? അവിടെ വലിയ വലിയ പെൺകുട്ടികളാണ്, അതുകൊണ്ട് ഫിത്നയാണ്, പഠിപ്പിക്കാൻ പറ്റൂല. ഹലാലാകും എന്ന് തോന്നുന്നില്ല എന്നാ അതിനർത്ഥം. മിഞ്ഞാന്ന് വരെ പഠിപ്പിച്ചത് ഹലാലായിരുന്നില്ല എന്നാകുമല്ലോ. ഒരാൾക്ക് സ്വയം തീരുമാനിക്കാം, ഞാൻ അതിന് പോകുന്നില്ല, എനിക്കത് ശരിയാവില്ല. അയാൾക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് ഹലാലാകും തോന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമാണ്. അപ്പൊ കേട്ടോളെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കോളേജിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുമോ? എന്തായാലും പറ്റൂല. അപ്പൊ ഇയാളുടെ ചോദ്യം, ആൺകുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുമോന്നാ? ക്ലാസ്സിൽ പെൺകുട്ടികളുണ്ടല്ലോ, അതും ആലോചിക്കേണ്ടതാണ്. അപ്പൊ മൗലവി നിങ്ങളെ കാര്യത്തിൽ എനിക്കൊന്ന് ആലോചിക്കണം എന്നാണ്. അപ്പൊ യഥാർത്ഥ ഈ ഫിത്നകൾ നമ്മുടെ ചില കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. എന്നിട്ട് ചോദിക്കുക, എന്തിനാ ഇപ്പൊ പ്രൂഫ് കോണിൽ അവിടെ ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോകണത്? ഹജ്ജിന് വരെ മെഹറമില്ലാതെ പോകാൻ പറ്റൂതല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഇവിടേക്ക് പോവുക? അത് ശരിയാട്ടോ, എന്നാ നമുക്ക് വേണ്ട. 17 കൊല്ലം നമ്മൾ കൊണ്ടുപോയത് ഒരു കാഴ്ചപ്പാടും ഇല്ലാതെയായിരുന്നു തോന്നിപ്പോകും കേൾക്കുമ്പോ. 17 കൊല്ലം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ പഠനവും കൃത്യമായ അന്വേഷണവും കൃത്യമായ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രംഗത്ത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അബദ്ധങ്ങളുണ്ടോ? ഓരോ പ്രൂഫ് കോൺ കഴിയുമ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ അടുത്തതിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എല്ലാ വിഷയത്തിനും 10 കൊല്ലം മുമ്പ് പഠിക്കാത്ത എന്തെല്ലാം ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ചു. ഇഖ്തിലാത്തുണ്ട് പറഞ്ഞിട്ട് സംവിധാനം ഒഴിവാക്കല്ല വേണ്ടത്, ഇഖ്തിലാത്ത് ഇല്ലാതാക്കാൻ നോക്കണം. ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ട് വീട്ടിൽ വീട് വിട്ടു പോകില്ല. അതേസമയം ജ്യേഷ്ഠന്റെ ഭാര്യയും ഇളയച്ചനും ഒന്നിച്ച് ഒറ്റക്കാകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. നബിതങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ സ്ത്രീകളുമായി തനിച്ചാവത് ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദരി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഭർത്താവിന്റെ ജ്യേഷ്ഠാനിയന്മാരെ കൂടെയാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, അൽ ഹംബു അൽ മൗത്ത്, ഭർത്താവിന്റെ ജ്യേഷ്ഠാനിയന്മാർ മരണമാകുന്നു. അഥവാ അവരുമായി തനിച്ചാകുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണ്, അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് ആശിക്കുന്നതാണ്. 2 രൂപത്തിൽ വ്യാഖ്യാനങ്ങൾ കാണാം. അപ്പൊ വീട്ടിൽ നമ്മൾ അത് പാടില്ല. അനിയൻ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ ബൈക്കുമ കൊണ്ടാക്കാൻ പറ്റൂല, ഒറ്റയ്ക്കൊരു വണ്ടി കൊണ്ടുപോയി വിടാൻ പറ്റൂല. അതൊന്നും ശരിയല്ല, ഗൗരവമാണ്. ആ നിലക്ക് കാണണം. അതുകൊണ്ട് വീട് പറ്റൂല എന്ന് പറയില്ല, വീട് ഒഴിവാക്കില്ല. അപ്പൊ ഈ ഫിത്നയാണ് യഥാർത്ഥ അവർ കൊണ്ടുവന്നത്. അത് യമനിലെ ദമ്മാജി എന്ന നാട്ടുമ്പുറത്ത് പറ്റും, അവിടെ പോലെ ഉണ്ടാവുള്ളൂ.
അത്തിക്കാട് പ്രയോഗിക്കാൻ പറ്റും, ആണും പെണ്ണും കൂടാൻ പറ്റുമെന്ന് അവിടെ പറയാം. പക്ഷെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബസ്സിൽ കൈയാട്ടാൻ പറ്റൂല. കൈയാട്ടി നിർത്തിയിട്ട് ബസ്സിൽ പെണ്ണുങ്ങളുണ്ടോ? ഇല്ല, എന്നാ കയറിക്കോളാം. ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോളൂ, ഞാൻ ഇല്ലാറുണ്ടരും. എന്നോട് ഒരുത്തം പറഞ്ഞു, എന്താ KSRTC പോയാൽ പോലെ ഞാൻ മ്യൂസിക് ഇല്ലാതെ പോകാലോ ബസ്സിൽ. പിന്നെ ബസ്സിൽ മ്യൂസിക് ഉണ്ടാവുമല്ലോ, മ്യൂസിക്കുള്ള ബസ്സിൽ കയറാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ കുഞ്ഞ പിന്നെ ബസ്സിൽ കയറുക? അല്ല, KSRTC പോകണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കോട്ടക്കുന്ന് കോഴിക്കോട്ടേക്ക് KSRTC കിട്ടും, എനിക്ക് കോട്ടക്കുന്ന് പുതുപ്പറമ്പ് ഒറ്റ KSRTC ഇല്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക? KSRTC ഉള്ള റൂട്ടിനൊക്കെ അതിൽ കയറാം, ഉള്ള നാട്ടിൻപുറത്തൊക്കെ KSRTC ഉണ്ടാവുമോ? അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പ്രായോഗിക തലമുണ്ട്. ഞാൻ ബസ് കയറുമ്പോ അവിടെ മ്യൂസിക് ഉണ്ട്, കാര്യങ്ങൾ കേട്ടിരിക്കലാ? അല്ല, അയക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മളല്ലാത്ത വഴിക്ക് ചിന്തിക്കണം. അവിടെ സ്ത്രീകളുണ്ട്, അവളെ നോക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ കണ്ണ് താഴ്ത്തണം, നമ്മളെ നിയന്ത്രിക്കണം, മര്യാദ പാലിക്കാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാടും സന്ദർഭവും സാഹചര്യവും നോക്കണം. യമനിലെ ഷെയ്ഖിന്റെ ഫത്ത് കൊടുത്തിട്ട് വടകര പാസ്സാക്കാൻ നോക്കിയാൽ ഇസ്ലാമികമായി തന്നെ തെറ്റാണ്. ഒരു രാജ്യത്തെ ഫത്വ മറ്റൊരു രാജ്യത്തേക്ക് എടുക്കാൻ പാടില്ല. ഒരാൾക്ക് കൊടുത്ത ഫത്വ സമാന സ്വഭാവവും സമാന സാഹചര്യവുമുള്ള